ലോകാരോഗ്യ സംഘടനയുടെ WHO കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ഏകദേശം 5.4 ദശലക്ഷം ആളുകൾ പാമ്പ് കടിയേൽക്കുന്നതിന് ഇരയാകുന്നുണ്ട്. ഇതിന്റെ ഫലമായി 81,000 മുതൽ 1,38,000 വരെ മരണങ്ങൾ ലോകമെമ്പാടും സംഭവിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായുള്ള പരിണാമത്തിലൂടെ രൂപപ്പെട്ട പാമ്പിന്റെ ഉമിനീർ ഗ്രന്ഥികളാണ് വിഷം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ വിഷം ഇരയുടെ ശരീരത്തിലേക്ക് കുത്തിവയ്ക്കപ്പെടുമ്പോൾ അത് വിവിധ തരത്തിലുള്ള ഗുരുതരമായ ശാരീരിക പ്രതികരണങ്ങൾക്ക് കാരണമാകുന്നു. നാഡീവ്യവസ്ഥയെ ബാധിച്ച് പേശികളുടെ ചലനം ഇല്ലാതാക്കുന്നു. വീക്കവും രക്തസ്രാവവും. കടിയേറ്റ ഭാഗത്ത് കഠിനമായ വീക്കവും ആന്തരിക രക്തസ്രാവവും ഉണ്ടാകുന്നു. മസ്തിഷ്ക മരണം. വിഷം രക്തത്തിലൂടെ പടർന്ന് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങളെ വരെ ബാധിക്കുന്നു. ലോകത്തിലെ ഏറ്റവും മാരകമായ 10 പാമ്പുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നോളജിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 1. ബ്ലാക്ക് മാംബ. ബ്ലാക്ക് മാംബ ആഫ്രിക്കയിലെ ഏറ്റവും അപകടകാരിയായ പാമ്പായാണ് ബ്ലാക്ക് മാംബയെ കണക്കാക്കുന്നത്. ഇതിന്റെ പേരിൽ കറുപ്പ് എന്നുണ്ടെങ്കിലും ഇവയുടെ ശരീരത്തിന്റെ നിറം യഥാർത്ഥത്തിൽ ഒലീവ് ഗ്രേ അല്ലെങ്കിൽ തവിട്ട് നിറമാണ്. പ്രധാന പ്രത്യേകതകൾ: ഇവയുടെ വായയുടെ ഉൾഭാഗം കറുത്ത മഷി പോലെയിരിക്കും. ദേഷ്യം വരുമ്പോൾ വായ തുറന്നു കാണിച്ച് ശത്രുക്കളെ പേടിപ്പിക്കുന്ന സ്വഭാവമുള്ളതിനാലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. വേഗത. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള പാമ്പുകളിൽ ഒന്നാണിത്. മണിക്കൂറിൽ ഏകദേശം 19 മുതൽ 20 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ഇവയ്ക്ക് കഴിയും. വിഷത്തിന്റെ തീവ്രത. ഇതിന്റെ വിഷം പ്രധാനമായും നാഡീവ്യൂഹത്തെയാണ് ന്യൂറോടോക്സിൻ ബാധിക്കുന്നത്. കടിയേറ്റാൽ ശ്വസനതടസ്സമുണ്ടാവുകയും 20 മിനിറ്റിനുള്ളിൽ മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. ആക്രമണ സ്വഭാവം. പ്രകോപിപ്പിക്കപ്പെട്ടാൽ ഇവ അതിക്രൂരമായി പെരുമാറുന്നു. തുടർച്ചയായി പലതവണ കടിക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. നീളം. രാജവെമ്പാല കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ് ബ്ലാക്ക് മാംബ. ഏകദേശം 2 മുതൽ 4.5 മീറ്റർ വരെ നീളം ഇവയ്ക്കുണ്ടാകും. 2. ഇൻലാൻഡ് ടൈപ്പാൻ. ഫിയർ സ്നേക്ക് എന്നും ഇതിനു പേരുണ്ട്. കരയിൽ ജീവിക്കുന്ന പാമ്പുകളിൽ വെച്ച് ഏറ്റവും മാരകമായ വിഷം വഹിക്കുന്നത് ഇൻലാൻഡ് ടൈപ്പാനാണ്. പ്രധാന പ്രത്യേകതകൾ: അതീവ വിഷകാരി. ഇതിന്റെ ഒരു കടിയിൽ പുറപ്പെടുവിക്കുന്ന വിഷം കൊണ്ട് 100 മുതിർന്ന മനുഷ്യരെ അല്ലെങ്കിൽ ഏകദേശം 2.5 ലക്ഷം എലികളെ കൊല്ലാൻ സാധിക്കും. ഇതിന്റെ വിഷം അത്രമാത്രം വീര്യമേറിയതാണ്. ഇതിന്റെ വിഷം പ്രധാനമായും രക്തം കട്ടപിടിക്കുന്നത് തടയുകയും പ്രോക്വാഗുലൻസ് പേശികളെയും നാഡീവ്യവസ്ഥയെയും തകർക്കുകയും ചെയ്യുന്നു. നിറം മാറുന്ന സ്വഭാവം. കാലാവസ്ഥയ്ക്കനുസരിച്ച് നിറം മാറാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. വേനൽക്കാലത്ത് ഇളം തവിട്ട് നിറത്തിലും ശൈത്യകാലത്ത് കടും തവിട്ട് നിറത്തിലുമാണ് ഇവ കാണപ്പെടുന്നത്. ഇത് ചൂട് ആഗിരണം ചെയ്യാൻ അവയെ സഹായിക്കുന്നു. ഓസ്ട്രേലിയയിലെ വരണ്ട മരുഭൂമികളിലാണ് ഇവ പ്രധാനമായും കണ്ടുവരുന്നത്. സ്വഭാവം. പേര് ഫിറസ്. ഭീകരമായ എന്നാണെങ്കിലും സ്വഭാവം കൊണ്ട് ഇവ വളരെ ലജ്ജാലുക്കളാണ്. മനുഷ്യരുമായി സമ്പർക്കത്തിൽ വരാൻ താൽപ്പര്യപ്പെടാത്ത ഇവ ശരിക്കും പ്രകോപിപ്പിക്കപ്പെട്ടാൽ മാത്രമേ ആക്രമിക്കാറുള്ളൂ. 3. ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്ക്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പാമ്പുകളിൽ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത് ഈ പാമ്പുകളാണ്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളുടെ പട്ടികയിൽ ഇത് മുൻനിരയിൽ തന്നെയുണ്ട്. പ്രധാന പ്രത്യേകതകൾ: അതിവേഗത്തിലുള്ള ആക്രമണം. വളരെ വേഗത്തിൽ സഞ്ചരിക്കാനും പ്രകോപിപ്പിക്കപ്പെട്ടാൽ അത്യന്തം ആക്രമണകാരിയാകാനും ഈ പാമ്പിന് കഴിയും. ദേഷ്യം വരുമ്പോൾ ഇവ ശരീരത്തിന്റെ മുൻഭാഗമുയർത്തി എസ് ആകൃതിയിൽ നിൽക്കാറുണ്ട്. മനുഷ്യവാസ മേഖലകളിൽ, കാടുകളിൽ മാത്രമല്ല മനുഷ്യർ താമസിക്കുന്ന കൃഷിയിടങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഇവയെ കണ്ടുവരുന്നു. ഓസ്ട്രേലിയയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പാമ്പുകടി മരണങ്ങളിൽ ഭൂരിഭാഗവും ഇവ കാരണമാണ്. ഇതിന്റെ വിഷം രക്തം കട്ടപിടിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ തകർക്കുന്നു. ഇതുമൂലം ആന്തരിക രക്തസ്രാവമുണ്ടാകുകയും ഹൃദയാഘാതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പകൽ സമയങ്ങളിൽ വേട്ടയാടാനിറങ്ങുന്ന ഇവ പ്രധാനമായും എലികളെയും മറ്റ് ചെറിയ സസ്തനികളെയുമാണ് ഭക്ഷണമാക്കുന്നത്. ഏകദേശം 1.5 മുതൽ 2 മീറ്റർ വരെ നീളം വയ്ക്കുന്ന ഇവയുടെ നിറം ഇളം തവിട്ട് മുതൽ കടും തവിട്ട് വരെ വ്യത്യാസപ്പെടാം. 4. കോസ്റ്റൽ ടൈപ്പാൻ. കോസ്റ്റൽ ടൈപ്പാൻ. ഓസ്ട്രേലിയയിലും ന്യൂഗിനിയയിലും കാണപ്പെടുന്ന ഈ പാമ്പ് ഇൻലാൻഡ് ടൈപ്പാൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വിഷമേറിയ പാമ്പുകളിൽ ഒന്നാണ്. പ്രധാന പ്രത്യേകതകൾ: അസാമാന്യ വേഗത. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ആക്രമിച്ച് കടിക്കാൻ കഴിയുന്ന പാമ്പുകളിലൊന്നാണിത്. കണ്ണുചിമ്മി തുറക്കുന്ന വേഗതയിൽ ഇവയ്ക്ക് പലതവണ കടിക്കാൻ സാധിക്കും. മാരകമായ വിഷപ്പല്ലുകൾ. ഇവയുടെ വിഷപ്പല്ലുകൾ ഫാങ്സ് വളരെ നീളമുള്ളതാണ്. ഏകദേശം 12 മില്ലിമീറ്റർ വരെ നീളമുള്ള ഇവയുടെ പല്ലുകൾ വഴി വലിയ അളവിൽ വിഷമിരയുടെ ശരീരത്തിലേക്ക് കുത്തിവയ്ക്കാൻ സാധിക്കുന്നു. വിഷത്തിന്റെ പ്രത്യാഘാതം. ഇതിന്റെ വിഷം നേരിട്ട് നാഡീവ്യവസ്ഥയെയാണ് ബാധിക്കുന്നത്. ന്യൂറോടോക്സിക്. കടിയേറ്റാൽ പേശികൾ തളരുകയും ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യുന്നു. കടിയേൽക്കുന്നവരിൽ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം ഏകദേശം 100% ഉറപ്പാണ്. സാധാരണഗതിയിൽ മനുഷ്യരിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഭീഷണി നേരിട്ടാൽ ഇവ അക്രമാസക്തരാകുകയും മുൻപിൻ നോക്കാതെ ആക്രമിക്കുകയും ചെയ്യും. 5. ടൈഗർ സ്നേക്ക്. ഓസ്ട്രേലിയയുടെ തെക്കൻ മേഖലകളിലും ടാസ്മാനിയയിലുമാണ് ഈ പാമ്പുകൾ പ്രധാനമായും കാണപ്പെടുന്നത്. ഇതിന്റെ ശരീരത്തിലുള്ള കടുവയുടേതിന് സമാനമായ വരകളാണ് ഇതിന് ടൈഗർ സ്നേക്ക് എന്ന പേര് നൽകിയത്. പ്രധാന പ്രത്യേകതകൾ: ശരീരപ്രകൃതി.
എല്ലാ ടൈഗർ സ്നൈക്കുകൾക്കും വരകളുണ്ടാകണമെന്നില്ല. കറുപ്പ്, ഒലീവ് ഗ്രീൻ, ഓറഞ്ച് തുടങ്ങി വിവിധ നിറങ്ങളിൽ ഇവയെ കാണാറുണ്ട്. ദേഷ്യം വരുമ്പോൾ ഇവ തങ്ങളുടെ കഴുത്ത് പരത്തി മൂർഖൻ പാമ്പിനെപ്പോലെ കാണിക്കാറുണ്ട്. മാരകമായ വിഷം. ഇതിന്റെ വിഷം ഒരു വലിയ കോക്ടെയിൽ പോലെയാണ്. ഇത് നാഡീവ്യവസ്ഥയെ തളർത്തുകയും ന്യൂറോടോക്സിൻസ് പേശികളെ നശിപ്പിക്കുകയും മയോടോക്സിൻസ് രക്തം കട്ടപിടിക്കുന്നത് തടയുകയും കോയാഗുലൻസ് ചെയ്യുന്നു. വാസസ്ഥലം: വെള്ളക്കെട്ടുകൾ, ചതുപ്പുകൾ, നദിക്കരകൾ എന്നിവയ്ക്ക് സമീപം താമസിക്കാൻ ഇവ ഏറെ ഇഷ്ടപ്പെടുന്നു. അതിനാൽ തന്നെ ഇവ നന്നായി നീന്താൻ കഴിവുള്ളവയാണ്. ആക്രമണരീതി: പ്രകോപിപ്പിക്കപ്പെട്ടാൽ ഇവ വിട്ടുവീഴ്ചയില്ലാത്ത ആക്രമണം നടത്തും. കടിയേറ്റാൽ ഉടൻ തന്നെ ചികിത്സ തേടിയില്ലെങ്കിൽ ശ്വസനതടസ്സം മൂലം മരണം സംഭവിക്കാം. ഭക്ഷണം: തവളകൾ, പക്ഷികൾ, ചെറിയ മത്സ്യങ്ങൾ എന്നിവയാണ് ഇവ പ്രധാനമായും ഭക്ഷണമാക്കുന്നത്. 6. റസൽസ് വൈപ്പർ, അണലി. ഇന്ത്യയുൾപ്പെടെയുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പാമ്പുകടി മരണങ്ങൾക്ക് കാരണമാകുന്ന പാമ്പാണ് അണലി. ഇന്ത്യയിലെ ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന 4 പ്രധാന വിഷപ്പാമ്പുകളിൽ ഒന്നാണിത്. പ്രധാന പ്രത്യേകതകൾ: ശരീരപ്രകൃതി: തവിട്ടു നിറത്തിലുള്ള ശരീരത്തിൽ ചങ്ങലക്കണ്ണികൾ പോലെയുള്ള കറുത്ത വട്ടങ്ങളാണ് ഇവയുടെ പ്രധാന അടയാളം. വണ്ണം കൂടിയ ശരീരവും ത്രികോണാകൃതിയിലുള്ള തലയും ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ശബ്ദം: ശത്രുക്കളെ ഭയപ്പെടുത്താൻ ഇവ പുറപ്പെടുവിക്കുന്ന ചീറ്റൽ ശബ്ദം, ഹിസിംഗ് സൗണ്ട് വളരെ ഉച്ചത്തിലുള്ളതാണ്. ഒരു പ്രഷർ കുക്കർ വിസിൽ അടിക്കുന്നതുപോലെയുള്ള ഈ ശബ്ദം ദൂരെ നിന്നുപോലും കേൾക്കാം. വിഷത്തിന്റെ പ്രത്യേകത: ഇതിന്റെ വിഷം രക്തത്തെയും കോശങ്ങളെയും ബാധിക്കുന്നതാണ് ഹിമോടോക്സിക്. കടിയേറ്റ ഭാഗത്ത് കഠിനമായ വേദനയും വീക്കവുമുണ്ടാകും. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകാനും രക്തസ്രാവമുണ്ടാകാനും സാധ്യതയുണ്ട്. ആക്രമണരീതി: വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഇവ പെട്ടെന്ന് പ്രകോപിതരാകും. മിന്നൽ വേഗത്തിൽ ആക്രമിച്ച് കടിക്കാൻ ഇവയ്ക്ക് കഴിയും. ആഴത്തിൽ വിഷം കുത്തിവയ്ക്കാൻ ശേഷിയുള്ള നീളമേറിയ വിഷപ്പല്ലുകളാണ് ഇവയുടേത്. പ്രത്യുൽപാദനം: മിക്ക പാമ്പുകളും മുട്ടയിടുമ്പോൾ അണലികൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രസവത്തിൽ 20 മുതൽ 40 വരെ കുഞ്ഞുങ്ങളുണ്ടാകാറുണ്ട്. 7. സ്കെയിൽഡ് വൈപ്പർ, ചുരുട്ടമണ്ഡലി. വലിപ്പത്തിൽ വളരെ ചെറുതാണെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കുന്ന പാമ്പുകളുടെ പട്ടികയിൽ ഇവ മുൻനിരയിലുണ്ട്. പ്രധാന പ്രത്യേകതകൾ: വലിപ്പം കുറവ്, അപകടം കൂടുതൽ. സാധാരണയായി 1 മുതൽ 3 അടി വരെയാണ് ഇവയുടെ നീളം. എന്നാൽ വലിപ്പക്കുറവ് ഇവയ്ക്ക് ഭീഷണിയുണ്ടാകുമ്പോൾ ശരീരം ഇംഗ്ലീഷ് അക്ഷരമായ എസ് ആകൃതിയിൽ ചുരുട്ടിവയ്ക്കുകയും ശരീരത്തിലെ പരുക്കൻ ശൽക്കങ്ങൾ സ്കെയിൽസ് തമ്മിൽ ഉരസുകയും ചെയ്യുന്നു. ഇത് മരം ഈരുന്നതുപോലെയുള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഇതിന്റെ വിഷം രക്തത്തെ ബാധിക്കുന്നതാണ് ഹിമോടോക്സിക്. കടിയേറ്റാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മോണ, മൂക്ക് തുടങ്ങിയവ രക്തസ്രാവമുണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായേക്കാം. വേഗത: മിന്നൽ വേഗത്തിൽ ആക്രമിച്ച് കടിക്കാൻ ഇവയ്ക്ക് കഴിയും. സാധാരണയായി വരണ്ട പ്രദേശങ്ങളിലും പാറക്കെട്ടുകൾക്കിടയിലുമാണ് ഇവയെ കാണപ്പെടുന്നത്. 8. ബാൻഡഡ് ക്രെയിറ്റ് ബാറ്റ് ശംഖുവരയൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കണ്ടുവരുന്ന ബിഗ് ഫോർ പാമ്പുകളിൽ മറ്റൊരാളാണിത്. രാത്രികാലങ്ങളിൽ മാത്രം സജീവമാകുന്ന ഇവയുടെ വിഷം അതിമാരകമാണ്. പ്രധാന പ്രത്യേകതകൾ: ശരീരപ്രകൃതി: തിളക്കമുള്ള കറുപ്പ് നിറത്തിലുള്ള ശരീരത്തിൽ മഞ്ഞയോ വെള്ളയോ നിറത്തിലുള്ള വീതിയുള്ള വളയങ്ങൾ, ബാൻഡ്സ് ഇവയുടെ പ്രത്യേകതയാണ്. വാലറ്റത്തിന് മുനയില്ലാതെ ഉരുണ്ടിരിക്കുന്നതാണ് മറ്റൊരടയാളം. നിശാചരൻ, നോക്ടേണൽ: പകൽ സമയത്ത് ഇവ വളരെ മന്ദഗതിയിലായിരിക്കും. വെളിച്ചത്തിൽ നിന്നൊഴിഞ്ഞുമാറാൻ ഇഷ്ടപ്പെടുന്ന ഇവ പലപ്പോഴും തല ചുരുട്ടിപ്പിടിച്ച് അനങ്ങാതെ കിടക്കും. എന്നാൽ രാത്രിയായാൽ ഇവ അതീവ വേഗതയുള്ളവരും അപകടകാരികളുമാകും. വിഷത്തിന്റെ തീവ്രത: ഇതിന്റെ വിഷം നേരിട്ട് നാഡീവ്യവസ്ഥയെയാണ് ബാധിക്കുന്നത്. ന്യൂറോടോക്സിക്: അണലിയുടെ കടിയേറ്റാൽ കഠിനമായ വേദന അനുഭവപ്പെടുമെങ്കിൽ ശംഖുവരയന്റെ കടിയേറ്റാൽ ചിലപ്പോൾ വേദന പോലുമുണ്ടാകില്ല. ഇത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. കാരണം ആളുകൾ കടിയേറ്റ വിവരം വൈകിയാണ് അറിയുന്നത്. മറ്റ് പാമ്പുകളെ ഭക്ഷണമാക്കുന്നു. പാമ്പുകളെ തിന്നുന്ന പാമ്പാണ് ശംഖുവരയൻ, ഓഫിയോഫേഗസ്. മറ്റ് ചെറിയ പാമ്പുകളാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. മനുഷ്യരുമായുള്ള സമ്പർക്കം: രാത്രിയിൽ തറയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യർക്കാണ് ഇവയുടെ കടിയേൽക്കാൻ കൂടുതൽ സാധ്യത. ഇവയുടെ കടി ശ്വസനപേശികളെ തളർത്തുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. 9. ഫിലിപ്പീൻ കോബ്ര. ലോകത്തിലെ മറ്റു മൂർഖൻ പാമ്പുകളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഏറ്റവും വീര്യമേറിയ വിഷമുള്ളത് ഫിലിപ്പൈൻ കോബ്രയ്ക്കാണ്. ഇവയുടെ വിഷം തുപ്പാനുള്ള കഴിവ് ഇവയെ കൂടുതൽ അപകടകാരിയാക്കുന്നു. പ്രധാന പ്രത്യേകതകൾ: വിഷം ദൂരേക്ക് തുപ്പാനുള്ള കഴിവ്. ശത്രുവിനെ കടിക്കാൻ നിൽക്കാതെ തന്നെ ഏകദേശം 3 മീറ്റർ ദൂരേക്ക് വരെ വിഷം കൃത്യമായി ചീറ്റാൻ ഇവയ്ക്ക് കഴിയും. ശത്രുവിന്റെ കണ്ണുകളെ ലക്ഷ്യം വെച്ചാണ് ഇവ വിഷം തുപ്പുന്നത്. ഇത് കാഴ്ചശക്തി നഷ്ടപ്പെടാൻ കാരണമാകും. നാഡീവ്യൂഹത്തെ ബാധിക്കുന്നു. ഇതിന്റെ വിഷം അതിവേഗം നാഡീവ്യവസ്ഥയെ ന്യൂറോടോക്സിക് ബാധിക്കുന്നതാണ്. കടിയേറ്റാൽ ശ്വസനതടസ്സവും പക്ഷാഘാതവും ഉണ്ടാവുകയും 30 മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്യാം. ശരീരപ്രകൃതി: സാധാരണ മൂർഖൻ പാമ്പുകളെപ്പോലെ തന്നെ ഭീഷണിയുണ്ടാകുമ്പോൾ ഇവ പത്തിവിടർത്തും. തവിട്ടുനിറത്തിലാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത്. വാസസ്ഥലം: പേര് സൂചിപ്പിക്കുന്നതുപോലെ ഫിലിപ്പീൻസ് ദ്വീപുകളിലാണ് ഇവയെ കണ്ടുവരുന്നത്.
വയലുകൾ, വനങ്ങൾ, ജലാശയങ്ങൾക്ക് സമീപം എന്നിവിടങ്ങളിൽ ഇവ വസിക്കുന്നു. ഭക്ഷണം: എലികൾ, തവളകൾ, മറ്റ് ചെറിയ പാമ്പുകൾ എന്നിവയെയാണ് ഇവ പ്രധാനമായും വേട്ടയാടുന്നത്. 10. കിങ് കോബ്ര, രാജവെമ്പാല. പാമ്പുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രാജവെമ്പാല ലോകത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്നതും ഭയക്കപ്പെടുന്നതുമായ പാമ്പുകളിൽ ഒന്നാണ്. ഭാരതത്തിലെ പുരാണങ്ങളിലും സംസ്കാരത്തിലും ഇവയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. പ്രധാന പ്രത്യേകതകൾ: അസാമാന്യ വലിപ്പം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണിത്. ഏകദേശം 13 മുതൽ 18 അടി വരെ നീളം ഇവയ്ക്കുണ്ടാകും. ദേഷ്യം വരുമ്പോൾ തന്റെ ശരീരത്തിന്റെ 1/3 ഭാഗം വരെ ഉയർത്താൻ ഇവയ്ക്ക് കഴിയും. അതായത് ഒരു മുതിർന്ന മനുഷ്യന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കാൻ ഇവയ്ക്ക് സാധിക്കും. വിഷത്തിന്റെ അളവ്: രാജവെമ്പാലയുടെ വിഷത്തിന് ഇൻലാൻഡ് ടൈപ്പാനെപ്പോലെ അത്ര വീര്യമില്ലെങ്കിലും ഒരു കടിയിൽ കുത്തിവയ്ക്കുന്ന വിഷത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. ഒരു വലിയ ആനയെപ്പോലും കൊല്ലാനാവശ്യമായ വിഷം ഒരു കടിയിലൂടെ ഇവയ്ക്ക് ശരീരത്തിലേക്ക് പ്രവഹിപ്പിക്കാൻ കഴിയും. പാമ്പുഭോജി, ഓഫിയോഫാഗസ് ഹന്ന. ഓഫിയോഫാഗസ് ഹന്ന എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. പാമ്പുകളെ തിന്നുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. മറ്റു പാമ്പുകളാണ് വിഷമുള്ളതും ഇല്ലാത്തതും രാജവെമ്പാലയുടെ പ്രധാന ഭക്ഷണം. കൂടുണ്ടാക്കുന്ന ഏക പാമ്പ്. ലോകത്തിൽ സ്വന്തമായി കൂടുണ്ടാക്കി മുട്ടയിടുന്ന ഏക പാമ്പാണിത്. ഇലകളും മണ്ണും കൂട്ടിയിട്ടുണ്ടാക്കുന്ന കൂടിന് കാവലിരിക്കാനും ഇവ ശ്രദ്ധിക്കാറുണ്ട്. ബുദ്ധിശക്തി: മറ്റ് പാമ്പുകളെ അപേക്ഷിച്ച് രാജവെമ്പാലയ്ക്ക് കൂടുതൽ ബുദ്ധിശക്തിയുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവ ഇരയെ തിരിച്ചറിയുന്നതിലും വേട്ടയാടുന്നതിലും അതീവ വൈദഗ്ധ്യം കാണിക്കുന്നു. ശബ്ദം: സാധാരണ പാമ്പുകൾ ചീറ്റുന്നതുപോലെ ഹിസ് അല്ല. രാജവെമ്പാല ദേഷ്യം വരുമ്പോൾ ഒരു നായയെപ്പോലെ ചെറിയ രീതിയിൽ ഗർജിക്കുന്ന ഗ്രൗൾ ശബ്ദമാണ് പുറപ്പെടുവിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഇനിയും കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ഐക്കൺ കൂടിയൊന്ന് എനേബിൾ ചെയ്യുക.